അപ്പോഴത്തെ ബാഗൽകോട്ട് സംഗം ക്രോസിൻ്റെ അടുത്താണ് ഞാനുള്ളത്. അപ്പോൾ ഒരു ചെറിയ സിറ്റിയാണ്. അപ്പോഴത്തെ ആ സൈഡിൽ നിന്നാണ് ഞാൻ വന്നത്. ഈ ഭായിമാരൊക്കെ നമ്മളെ കാണാൻ വന്നതാണ്. ഓക്കെ, അപ്പോഴത്തെ ഈ ഭായി എന്നോട് വളരെ നിർബന്ധം പറഞ്ഞു ഒരു കരിക്ക് കഴിച്ചിട്ട് പോകാൻ. ഞാൻ പറഞ്ഞു വേണ്ട, ഓൾറെഡി ഞാൻ ചായയൊക്കെ കുടിച്ചതാണ്. ഈ ഭായിയുടെ അടുത്തു നിന്നാണ് ഞാൻ ഫുഡ് വാങ്ങിച്ചത്, ചിക്കനൊക്കെ വാങ്ങിച്ച് കുഞ്ഞിക്ക്. അപ്പോഴത്തെ നമ്മൾ പതിയെ യാത്ര തിരിക്കുകയാണ്. ആ റൂട്ടിലാണ് പോകേണ്ടത്. ഇനിയിപ്പോൾ ഒരു 200 കിലോമീറ്റർ കൂടിയാണ് നമുക്ക് ഗോവ സൈഡിലോട്ടുള്ളത്. അപ്പോൾ നമ്മൾ പതിയെ ഗോവയുടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 680 കിലോമീറ്റർ അകലെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ഇപ്പോൾ കുറേ ഗ്രാമങ്ങൾ കഴിഞ്ഞു, കുറേ സിറ്റികൾ കഴിഞ്ഞു. അപ്പോഴത്തെ ഇവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഹൈവേ ആണ്. എന്നാ തരാം അങ്ങോട്ട് മാറ്റിയിട്ട് നിർത്താം. അങ്ങോട്ട് മാറ്റിയിട്ട് നിർത്താം. അവൾ ഇറങ്ങാനുള്ള ധൃതിയിലാണ്, വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സമയം 2 മണിയായി. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തെ നമ്മളൊരു മാതളത്തിൻ്റെ തോട്ടം, ഇത്ര മനോഹരമായൊരു മാതളത്തോട്ടം ആദ്യം കാണുകയാണ്. അപ്പുറത്തെ വീട്ടിൽ ചോദിച്ചപ്പോഴത്തേനും കയറി വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത്. എത്ര മനോഹരമാണെന്ന് നോക്കി. മനോഹരമായൊരു മാതളത്തോട്ടം വളരെ ദൂരത്തോട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഒരുപാട് ഉള്ളിലോട്ട് പോകുന്നില്ല. ഇതിൻ്റെ ഓണർ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇതുണ്ടോ, നിറയെ മാതള നാരങ്ങയുമായിട്ട് കിടക്കുന്ന ഒരു മാതളത്തോട്ടം. വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ ഇടയിലോട്ടൊക്കെ വരുന്നത് ആരോടും അനുവാദമില്ലാതെയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം ഇതുപോലെ ചെറിയ തണുപ്പുള്ള സ്ഥലമാണിത്. പക്ഷേ വളരെ മനോഹരമായിട്ട് ഇത് സംരക്ഷിച്ചിരിക്കുന്ന വലിയ തോട്ടമാണ് കേട്ടോ. എന്താ രസമല്ലേ. മാതളത്തോട്ടത്തിൻ്റെ നടുവിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇത്രയും മനോഹരമായൊരു തോട്ടം. അപ്പോൾ മനോഹരമായ ഈ തോട്ടം കണ്ടപ്പോഴത്തേക്കും ഞാനൊന്ന് നിർത്തിയതാണ്. നല്ല ദൂരത്തിലുണ്ട് കേട്ടോ, താഴോട്ടെല്ലാം കിടക്കുകയാണ്. പക്ഷെ നമ്മൾ ഒരുപാട് ഉള്ളിലോട്ട് പോകുന്നില്ല, കാരണം ഇവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. ഇതുണ്ടോ, നിറയെ മാതള നാരങ്ങയുമായിട്ട് കിടക്കുന്ന തോട്ടമാണ്. അപ്പോൾ ജോപ്പൻ്റെ യാത്രയിൽ ഇതുപോലത്തെ കാഴ്ചകളും നമുക്ക് കിട്ടുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട്. ഇത്രയും മാതള നാരങ്ങ കായ്ച്ചു കിടക്കുന്ന ഒരു തോട്ടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വഴിയിലൊക്കെ ദൂരെയാണ് കൂടുതലും തോട്ടങ്ങൾ കണ്ടത്. ഇത് വഴിയോട് ചേർന്നുള്ളൊരു പ്രദേശത്താണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയത്. ഇതുണ്ടോ, മാതള നാരങ്ങ നിറയെ കിടക്കുന്നുണ്ടോ. വെട്ടം കുറവാണ് കേട്ടോ, കാരണം കാർമേഘം മൂടിയ മാനമാണ്. അപ്പോൾ ശരി, നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ച. അപ്പോഴത്തേ നമ്മുടെ മുൻപിൽ കാണുന്നത് മനോഹരമായ ചെറുപയർ തോട്ടങ്ങളാണ്. കിലോമീറ്ററുകളായിട്ട് ചെറുപയർ തോട്ടങ്ങളും കരിമ്പിൻ തോട്ടങ്ങളുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുണ്ടോ, ചെറുപയറിൻ്റെ തോട്ടമാണ്. ഇപ്പോൾ ചെറുപയർ വിളവെടുക്കുന്ന സമയമാണ്. എല്ലാ സ്ഥലത്തും നമ്മുടെ കൊയ്ത്ത് മെഷീനില്ലേ, നമ്മുടെ നാട്ടിൽ കൊയ്ത്തിന് വരുന്ന മെഷീൻ, ആ മെഷീൻ വെച്ച് തന്നെയാണ് ഈ പയറും ഇവർ പറിച്ചെടുക്കുന്നത്, കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് പേറ്റിയെടുക്കാനും അത് പയറിൻ്റെ പതിരുമായിട്ട് മാറ്റാനുള്ള മെഷീൻ വേറെയുണ്ട്. അത് പല സാധനങ്ങളും അതിൽ തന്നെയാണ് വിത്തുകൾ തിരിച്ചെടുക്കുന്നത്. അതായത് നമ്മുടെ സൺഫ്ലവർ ആണെങ്കിലും ശരി, ചെറുപയറാണെങ്കിലും ശരി, വൻപയറാണെങ്കിലും ശരി,
അതുപോലുള്ള സാധനങ്ങൾ, പിന്നെ ചോളം, ഇതെല്ലാം ആ മെഷീനിൽ തന്നെയാണ്. ഒറ്റ മെഷീനാണ്. അതിൻ്റെ ബ്ലേഡുകൾ മാറ്റിയുള്ള സെറ്റിങ്ങാണ്. ആ കാണുന്നതെല്ലാം കരിമ്പും തോട്ടങ്ങളാണ്. ഇവിടെ കൂടുതലും കരിമ്പ് കൃഷിയാണ്. ദണ്ട് ഈ സൈഡെല്ലാം കരിമ്പ് തോട്ടമാണ്. പിന്നെ ഈ ഭാഗത്ത് ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട്. ദണ്ടത് കണ്ടോ, അങ്ങ് താഴെ ഒരു ചെറിയ പുഴ ഒഴുകുന്നു. അപ്പോൾ ഞാൻ ഈ ബൽഗാവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബൽഗാവിലേക്ക് ഇനി ഒരു 7 കിലോമീറ്റർ കൂടിയാണുള്ളത്. രാവിലെ നമ്മൾ യാത്ര തിരിച്ചു. 10 കിലോമീറ്റർ ഇനി ബൽഗാവിലേക്കുള്ളത്. അവിടെ നിന്ന് ഒരു 100 കിലോമീറ്ററോളം നമുക്ക് ഗോവ റൂട്ടിലോട്ടുണ്ട്. അങ്ങ് അകലെയൊക്കെ നമുക്ക് നല്ല മനോഹരമായ കൃഷിപ്പാടങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെയും വെട്ടുകല്ലാണ് കേട്ടോ കൂടുതലും. ഈ പ്രദേശത്തെല്ലാം വെട്ടുകല്ല് ഉപയോഗിച്ചാണ് വീടുകൾ നിർമ്മിക്കുന്നത്. അത് ഒരു പുതുമയുള്ള കാര്യമാണ്. ഈ പ്രദേശം മുഴുവൻ നമ്മുടെ കാസർഗോഡ് നിന്ന് കിട്ടുന്ന നല്ല കട്ടിയുള്ള വെട്ടുകല്ല് ടൈപ്പാണ് ഇവിടെയുള്ളതെല്ലാം. ഇവിടെ ധാരാളം മടകൾ കണ്ട് ഇങ്ങനെ വെട്ടുകല്ല് വെട്ടുന്നത്. ആ സൈഡ് മുഴുവൻ കരിമ്പും തോട്ടങ്ങളും പയറുതോട്ടങ്ങളും തന്നെയാണ്. പിന്നെ ഇവിടെ ഓണത്തിന് ആവശ്യമായ പൂക്കൾ പോകുന്നത് നമ്മളിവിടെ നിന്ന് കണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലോട്ടൊക്കെ പൂക്കൾ പോകുന്നത് ഒരു ട്രെയിലർ വരുന്നുണ്ട്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോഴത്തേ നമ്മൾ ഗോവയ്ക്കുള്ള യാത്രയിലാണ്. ഇത് കണ്ടോ, ഒരു മനോഹരമായൊരു ചെറിയ ഗ്രാമമാണ് കേട്ടോ. ഉള്ളിലുള്ള ഒരു അവസാനത്തെ ഗ്രാമമാണ്. ഏകദേശം ഇനി ഒരു ഗ്രാമം കൂടിയേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഗ്രാമങ്ങളൊന്നുമില്ല, ഘാട്ട് കയറുകയാണ്. അപ്പോഴത്തേ ഇവിടെ പരിചയപ്പെട്ട കുറേ ആളുകളാണ് ഇത്. आपका नाम क्या है? संतोष. संतोष. चाचा, चाचा का नाम? पेरी पेरी हाँ पेरी निंगलकोट. आपका? मोहम्मद हनीफ. मोहम्मद हनीफ. ओके. मेरा नाम डॉक्टर राजकुमार है. डॉक्टर नहीं है, राजकुमार है. आपका नाम? हमारा कलमेश. कलमेश. ये वाला का നമ്മൾ ഗാവിലി എന്ന് കഴിഞ്ഞാൽ ഇതാണ്, ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും. ഇതുണ്ട് ഇവിടെ ചെറിയ ചെറിയ കടകളും ഒരു ചായക്കടയും ഒക്കെ ഉണ്ട്. ഇവർ ചായ കുടിക്കാൻ വേണ്ടി എന്നെ പിടിച്ചു നിർത്തിയതാണ്. പക്ഷേ ഞാനിപ്പോഴാണ് ഫുഡ് കഴിച്ചത്, അതുകൊണ്ട് ചായ കഴിച്ചില്ല. ഇതേ പോകുന്ന സർവീസസുകളാണ് കേട്ടോ. അതെ ഇക്കായ കണ്ടോ, ഇക്കായ ഇപ്പോൾ വന്നതാണ്. केरला से किधर जा रहे हैं? मैं पूरा इंडिया घूमने साइकिल. അപ്പോൾ ഇവരെല്ലാവരും ഈ ചാച്ചയൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. നമ്മളോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. ഇവരെല്ലാം ഭയങ്കര തമാശയാണ് കേട്ടോ. ഭയങ്കര ജോക്കടിച്ച് നല്ല സ്നേഹത്തോടെയുള്ള ആൾക്കാരാണ്. ചാച്ചാനെ അവരെല്ലാം കൂടി വർത്താനം പറഞ്ഞ് ഇതാക്കുക കേട്ടോ. നല്ല അടിപൊളി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ കരിമ്പ് കൃഷിയാണ് കൂടുതൽ. ഇതുണ്ട്, ആ പ്രദേശം മുഴുവൻ കരിമ്പ് കൃഷിയാണ്. താഴെ വലിയ തടാകങ്ങളൊക്കെ ഉണ്ട്. അതായത് മഴയത്ത് കയറിയ വെള്ളമാണ് ആ കിടക്കുന്നത്. കരിമ്പ് കൃഷിയാണ് മൊത്തം. ഒരുപാട് ദൂരേക്ക് കരിമ്പ് കൃഷിയാണ്. ഞാനിപ്പോൾ വരുന്ന വഴിയിൽ മുഴുവൻ കരിമ്പ് കൃഷിയായിരുന്നു. മഴയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാഞ്ഞതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനും ഒരു കാലാവസ്ഥയ്ക്ക് ഒരു ചെറിയ മാറ്റം കിട്ടി. അതുകൊണ്ടാണ് ഒരു ഒറ്റപ്പോവും നടക്കുന്നുണ്ടോ. പിന്നെ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം താഴിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഗ്രാമത്തിലെ ഒരു ക്ഷേത്രമാണത്. അത് ഇച്ചിരി അകത്തോട്ടാണ്. അതിൻ്റെ പുറംഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. വെജിറ്റബിൾ കിങ് പോകുന്നുണ്ടോ. വെജിറ്റബിൾ കിങ് കാളാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ശരി, നമ്മൾ യാത്ര തുടരുകയാണ്. ഇവിടുത്തെ അമ്പലമാണ് ആ കാണുന്നത്. വലിയൊരു അമ്പലമാണ്. ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ അമ്പലമാണത്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. ഓക്കെ ഓക്കെ ബൈ. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ ചവിട്ടി MK ഉബ്ബിളി വരെ എത്തിയിട്ടുണ്ട്. ഒരു 14 കിലോമീറ്ററാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ചവിട്ടിയത്. നല്ല കഷ്ടപ്പെട്ട് നല്ല കാറ്റായിരുന്നു. അപ്പോൾ ഇത് ഹൈവേ ആണ്. ഇനി ഈ ഹൈവേ കൂടിയാണ് എനിക്ക് പോകേണ്ടത്. മഴ തുടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാലും മഴയ്ക്ക് മുമ്പ് നമ്മളിങ്ങ് എത്തിച്ചേർന്ന്. ഈ ചാച്ചയുണ്ടല്ലോ, ചാച്ച 2 വർഷം ഇവിടെ നമ്മുടെ കോഴിക്കോട് കൊല്ലം ഭാഗത്തൊക്കെ ജോലി ചെയ്തിട്ടുള്ളതാണ്. आपका नाम क्या जी? മജീദ്. മജീദിക്ക നമ്മുടെ ദം ബിരിയാണിയെക്കുറിച്ചും മീൻകറിയെക്കുറിച്ചും ഒക്കെ വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ.
പിന്നത്തെ ഇവിടെ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട്, ചെറുപ്പക്കാരുടെ ഒരു വലിയ ഗ്രൂപ്പ്. वो हमारा दुकान लो दुकान लेगा 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 जरूर लेगा आपको पकड़ा लेना है ना. ഇതുണ്ടോ ഇവരെല്ലാം നമ്മളെ കണ്ടപ്പോ ഇങ്ങോട്ട് വന്നതാണ്. ഈ പുള്ളി ഒരു നാണം കുടുങ്ങിയാണ് കേട്ടോ, നാണം കുടുങ്ങിയാണ്. പുള്ളി ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. വിടുവോ നമ്മള് വിടുവോ? നമ്മുടെ ക്യാമറ പുള്ളിയുടെ പുറകെ കാണും. അതെ, ഇന്ന് ഞാൻ ഈ വെയിറ്റിംഗ് ഷെഡിൽ കിടക്കാന്നാണ് വിചാരിക്കുന്നത്. ഇതണ്ട അടിപൊളി സ്ഥലമാണ്. അപ്പൊ ആ കട സാബിറൊക്കെ അകത്തോട്ട് ഓടി. അപ്പൊ ശരി. പിന്നെ ഞാൻ ആദ്യം കണ്ടുമുട്ടിയ ആളാണിത്. പുള്ളിയുടെ ഫാദർ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ NCC കേഡറ്റുകളെ പരിശീലിപ്പിക്കുന്ന ആളാണ്. ചങ്ങനാശ്ശേരി SP കോളേജിലാണോ NSS കോളേജിലാണോ എന്നറിയില്ല, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കോട്ടയം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വന്ന് എന്നോട് സംസാരിച്ചു. നാം കേ വേണ്ട അർമാദ്. അർമാദിന് ഭയങ്കര നാണമാണ്. അപ്പൊ ശരി, തുടരുകയാണ്. അപ്പൊ ഇന്നത്തെ യാത്ര MK ഹുബ്ലിയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സൈക്കിളൊക്കെ സൈഡാക്കി. അപ്പോൾ ഇന്ന് ഒരു 48 കിലോമീറ്ററാണ് നമ്മൾ ചവിട്ടിയത്. ഇവരൊക്കെ നമ്മളെ സ്വീകരിച്ച് ഇവിടെ നിർത്തി. അപ്പോൾ ഇതാണ് ജംഗ്ഷൻ. ഇത് ഹൈവേ ആണ്. ഹൈവേയിൽ ഇനി നമ്മൾ വലത്തോട്ടാണ് പോകേണ്ടത്, ഗോവയ്ക്കുള്ള റൂട്ട്. അപ്പോൾ ഇവരെല്ലാം ഇവിടെയുണ്ട്. ചാച്ചിയൊക്കെ നാട്ടിലൊക്കെ വന്ന് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. പുത്തൂരും കോഴിക്കോടും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ പിള്ളേര് സെറ്റാണ്. ഇതുണ്ടല്ലോ, ഒരു ചെറിയ ടൗണാണ്. ഒരു ഹൈവേയിലോട്ട് വന്നു ചേരുന്ന, ഗ്രാമങ്ങളിൽ നിന്ന് ഹൈവേയിലോട്ട് വന്നു ചേരുന്ന ഒരു ഭാഗമാണ്. ഈ വഴിയാണ് ഇന്നലെ ഞാൻ വന്നത്. ആ കാണുന്ന ബസ് സ്റ്റോപ്പിലാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഇവിടുത്തെ താജ് ടീ സ്റ്റാൾ തുറന്നിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ മൊബൈലിന് ഇച്ചിരി ചാർജ് കുറവായിരുന്നു. അതുകൊണ്ട് അവിടെ ഒന്ന് കുത്തിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ യാത്ര തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ രാവിലെ മഴയുടെ ഒരു ലക്ഷണം ഉള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഒരിക്കലും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴത്തെ കുഞ്ഞ് പോകാൻ റെഡിയാണ്. കുഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് അവൾ പോകാൻ റെഡിയാണ്. കുഞ്ഞേ, നീ പോകാൻ റെഡിയാണോ? പോകാൻ റെഡിയാണോ ഡി ഉണ്ടക്കണ്ണി? അപ്പോൾ അതിലൊരു നായ്ക്കുട്ടി പോയിട്ടുണ്ട്, അതിനെയൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കയറിയിട്ട് ഈ ഹൈവേ കയറിയിട്ട് വലത്തോട്ട് പോയി പിന്നെ അടുത്ത റോഡിൽ ചെന്നിട്ട് കട്ട് ചെയ്ത് ഇടത്തോട്ടാണ് പോകേണ്ടത്. സ്റ്റേറ്റ് ഹൈവേ ആണ് പിടിക്കേണ്ടത്. ഇത് മെയിൻ ഹൈവേ ആണ്. അപ്പോൾ ശരി, നമുക്ക് യാത്ര തുടരാം. ഇന്നത്തെ കാഴ്ചകൾ മഴ കൊണ്ടുപോകുമെന്നറിയില്ല. ഇന്നലെ മഴയായിരുന്നുകൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ശരി, ഗ്രാമക്കാഴ്ചകളിലൂടെ നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. നമ്മളങ്ങനെ ഒരു കാടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പം 100 കിലോമീറ്ററാണ് കൃത്യമായിട്ടും നമുക്ക് പനാജിക്കുള്ളത്. പനാജിയാണ് ഒരു എഴുതി കാണിക്കുന്നത്. ഗോവയിലോട്ട് അത്ര ഇല്ല. ഇനി 100 കിലോമീറ്ററാണ് നമുക്കുള്ളത്. ഇത് കണ്ടോ, കാടാണ്, ഫുള്ള് കാടാണ് കേട്ടോ. കാടിനുള്ളിൽ ഓരോ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പതിയെ കാട്ടിനുള്ളിലൂടെ പതിയെ യാത്ര ചെയ്യുകയാണ്. ഇനിയൊരു 25 കിലോമീറ്റർ പോയാലേ ഉള്ളൂ നമുക്ക് ഒരു ഘാട്ട് തുടങ്ങത്തുള്ളൂ. അതുവരെ നമുക്ക് ഘാട്ടെല്ലാം ഡൗൺ ആണ് കേട്ടോ, താഴോട്ടാണ് പോകേണ്ടത്. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. 3 ദിവസമായിട്ട് ശരിക്കും കഷ്ടപ്പെട്ടാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മഴയാണ്. ഇത് കണ്ടോ, ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. മഴ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ യാത്രയുടെ ഒരു സുഖമുണ്ടല്ലോ, ഈ മഴയത്ത് യാത്ര ചെയ്യുന്നതിൻ്റെ സുഖം അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ. ഒരുപാട് പേര് സഹായിക്കാനൊക്കെ വരും, നമ്മളെ സംസാരിക്കാനൊക്കെ ഒരുപാട് പേര് വരും. അതാണ് ഏറ്റവും സുഖമുള്ള യാത്ര. ഇപ്പോൾ 748 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്ര ഇങ്ങനെ ഗോവയിലോട്ടുള്ള യാത്രയാണ്. ഗോവൻ വണ്ടികളൊക്കെ പോകുന്നത് കാണാം. അപ്പോൾ തന്നെ ഗോവ അടുത്തായി എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോഴത്തെ ഈ വഴിയെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞി ഇവിടെയുണ്ട്. അതിനിടയ്ക്ക് നമുക്കൊരാളെ കിട്ടി. ബായി ഈ പായൊക്കെ വിൽക്കുന്ന ആളാണ്. മധ്യപ്രദേശിൽ നിന്നുള്ള ആളാണ്, MP കാരനാണ്. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര കഴിഞ്ഞിട്ട് മധ്യപ്രദേശിനാണ് പോകുന്നത്. പുള്ളി ഇപ്പം ഗോവയിൽ നിന്ന് വന്നതാണ്, ഗോവയിൽ നിന്ന് വരുന്ന വഴിയാണ്. പായൊക്കെ വിൽക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ബിസിനസ്സൊക്കെ ഇന്ന് വളരെ ഡൗൺ ആയിപ്പോയി.
ഇന്ന് മഴയാണ്. മഴയായത് 3-4 ദിവസമായിട്ട് മഴയാണ്. നമ്മൾ മഴയത്ത് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഘാട്ടിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പതിയെ പോകാം. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. കുഞ്ഞി ഇവിടുത്തെ പാലൊക്കെ കുടിച്ച് പകുതിയൊക്കെ കുടിച്ച് വെച്ചിട്ടുണ്ട്. ഡി പെണ്ണേ, കള്ളിപ്പെണ്ണേ, നീ പാല് പകുതി കുടിച്ചിട്ട് ഇരിക്കുകയാണോ? അപ്പം നമ്മുടെ യാത്ര നേരെ മുൻപോട്ട്. അപ്പം മഴയായിട്ടുണ്ട്. അപ്പം പതിയെ യാത്ര തുടരാം. അപ്പം നമ്മൾ ഹൈവേയുടെ ഉള്ളിലെ ഒരു വനത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കൊരു 26 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ആ 26 കിലോമീറ്ററിൽ ഇപ്പോൾ 5 കിലോമീറ്റർ വന്നിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ശ്രമിച്ചു നോക്കുവാണ്. ധാരാളം വണ്ടികൾ, കർണാടക വണ്ടിയും ഗോവൻ വണ്ടിയും മഹാരാഷ്ട്ര വണ്ടിയൊക്കെ ധാരാളം പോകുന്നുണ്ട്. ഇതുവരെ ഒരു നാഷണൽ പെർമിറ്റോ അങ്ങനത്തെ വണ്ടികളൊന്നും കണ്ടില്ല. മഴയായതുകൊണ്ടായിരിക്കും. ഇന്ന് എവിടെയാലും ആൾട്ടാകണം. ഇനി 24 കിലോമീറ്റർ പോയാലേ ഉള്ളൂ ഒരു നമുക്ക് കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കിട്ടത്തുള്ളൂ. ഇവിടെയൊക്കെ ഫാമുകൾ മാത്രമേ ഉള്ളൂ. കോഴി ഫാം ഇതൊക്കെ നിർത്തിപ്പോയതാണ്. ഇപ്പോൾ മഴക്കാലമാകുമ്പോഴത്തേനും കോഴി ഫാമൊക്കെ ഇവിടെ നിൽക്കും. സീസൺ അനുസരിച്ചാണ് ഇവിടുത്തെ ഫാമിൻ്റെ വർക്കുകളൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാടിൻ്റെ നടുവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടത്ത് വശത്ത് വലിയ കാടില്ല, വലത്തുവശമൊക്കെ മാന്തോപ്പുകളൊക്കെയായി. മാന്തോപ്പും ഫാം ഹൗസൊക്കെയാണ്, വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇടത്ത് വശത്ത് കാടാണ്, ഓരോ സൈഡ് കാടാണ്. ഇത്രയും നേരം ഞാൻ വന്നത് മുഴുവൻ കാടിനുള്ളിലൂടെയാണ്. അങ്ങനെ കർണാടകയുടെ മറ്റൊരു സൈഡിലെ കാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കാട് നമുക്ക് പുത്തരി അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മറ്റൊരു പ്രശ്നമുള്ളത്, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു 30 കിലോമീറ്റർ ഫുൾ കാട് വരുന്നുണ്ട്. പക്ഷേ അത് ഇറക്കമാണെന്നാണ് പറഞ്ഞത്. ഇറക്കമാണെങ്കിൽ കൂടെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തനെയുള്ള ഇറക്കങ്ങളാണ്. അപ്പോൾ ഈ മഴയും കൂടി ആയതുകൊണ്ട് ബ്രേക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എങ്ങനെയും മഴയില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എങ്ങനെയും പോകാമായിരുന്നു. പക്ഷേ മഴ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എങ്ങനെയും ഏതെങ്കിലും ഒരു വണ്ടിയിൽ നമുക്ക് യാത്ര ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഏതെങ്കിലും നാഷണൽ പെർമിറ്റ് ലോറിയോ ചെറിയ പിക്കപ്പോ ഐസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിലേതെങ്കിലും വണ്ടി കയറ്റി പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ലേറ്റായി പോയി കഴിഞ്ഞാൽ ഗോവയുടെ ബോർഡറിൽ മൃഗങ്ങൾ ഇറങ്ങുന്നതാണ്. അതാണ് നമുക്ക് പ്രശ്നം പറ്റുന്നത്. പിന്നെ അപകട സാധ്യത കൂടുതലാണ്. നമ്മുടെ സൈക്കിളിൻ്റെ ബ്രേക്ക് സിസ്റ്റം അത്ര പോരാ, അതൊന്ന് മാറ്റേണ്ടി വരും. ഗോവയിലാകുമ്പോഴത്തേനും ഒരുപാട് സൈക്കിൾ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്നത്. നമുക്ക് ആ സിസ്റ്റം ഒന്ന് മൊത്തത്തിൽ ഒന്ന് മാറണം. അപ്പോൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് കാടും മേടും ഒക്കെ താണ്ടി നമ്മൾ രാംനഗറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ രാംനഗറിലെത്തി ഈ വർക്ക്ഷോപ്പിൽ ഗുരു ഗാരേജിൽ വന്ന് ഞാൻ ചോദിച്ചു. ഗുരു ഗാരേജിൻ്റെ ആളാണിത്. അപ്പോൾ ഗുരു ഗാരേജിൽ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സ്റ്റേ ചെയ്യാൻ വേറെ സൗകര്യമൊന്നുമില്ല ഇവിടെ. അതുകൊണ്ട് ഞാൻ ഇത് നിർത്തിയിരിക്കുന്ന ഒരു ഹോട്ടലാണ്. അതിൻ്റെ സൈഡിൽ ഇവിടെ ടെൻ്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഇവിടുത്തെ ചാച്ചയാണ് കേട്ടോ. ചാച്ച ഈ ഫോം വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇത് രാംനഗറിലെ ഇത് ചെറിയൊരു ടൗണാണ്. കുഞ്ഞിനെ ഞാനിപ്പോൾ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അവൾ ചുറ്റിക്കളിയായിട്ട് നടക്കുക. ഇനി വാ, ചെളി പറ്റും. അപ്പോൾ ഇന്നിവിടെയാണ് സ്റ്റേ. ഇവിടെ ടെൻ്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ടെൻ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്.